ഊഹാപോഹങ്ങൾ വെച്ച് നമ്മൾ ആരെയും വിലയിരുത്തരുത്. നമ്മൾ ഊഹിക്കുന്നത് പോലെയാകില്ല ചിലപ്പോൾ യാഥാർത്ഥ്യങ്ങൾ. വെളുത്ത നിറം ശുദ്ധി, വൃത്തി, നിഷ്കളങ്കത, പുതിയ തുടക്കം എന്നിവയുടെ ആശയം നൽകുന്നു. ഓരോ നോവുകളും ജീവിക്കാൻ നമ്മെ പാകപ്പെടുത്തുകയാണ്. ഓരോ തിരസ്കാരവും ഉയരാനുള്ള വാശി നമ്മൾ നിറയ്ക്കുകയും ചെയ്യുന്നു. വിജയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ക്ഷമയും കഠിനാധ്വാനവും. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. പക്ഷേ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരിലല്ല, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിജയിക്കാൻ പൂർണ്ണമായും ഒരു സൂത്രവാക്യം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പലതിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതായി വരും. എന്നാൽ തോൽക്കാൻ ഒറ്റ സൂത്രവാക്യം അറിഞ്ഞിരുന്നാൽ മതി. എപ്പോഴും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന, നിങ്ങളെ കുറ്റപ്പെടുത്താത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. കാലം എന്നെങ്കിലും ഒരുനാൾ നിങ്ങളുടെ ഗുണഗണങ്ങളെ വിലയിരുത്തുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം അതിനെ കണ്ടെത്താനും അതിൽ അഭിമാനിക്കാനും പഠിക്കുക. അറിവിൻ്റെ വെളിച്ചം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന മുറിവുകളിലൂടെയാണ്. നമ്മൾ കൊടുക്കുന്ന അർത്ഥമല്ലാത്ത ഒരു വിഷയത്തിനും അർത്ഥമില്ലെന്ന് ഓർക്കുക. ഏത് വിഷയത്തെയും ശുഭാപ്തി വിശ്വാസത്തോടെ സമീപിക്കുക. നിങ്ങൾ സത്യം പറയുമ്പോൾ അത് നിങ്ങളുടെ ഭൂതകാലം ആകും. എന്നാൽ നിങ്ങൾ നുണ പറഞ്ഞാൽ അത് നിങ്ങളുടെ ഭാവിയുടെ ഭാഗമാകും. മനസ്സിനെ സങ്കൽപ്പിക്കാനും വിശ്വസിക്കാനും കഴിയുന്നതെന്തും നമുക്ക് നേടാനും ആകും. ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്തെന്നാൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ തിരിച്ചറിയാതെ പോവുക എന്നതാണ്. ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും. മദ്യപിച്ച അടിമയുടെ കയ്യിലെ വാൾ അധാർമ്മികനായ ഒരു മനുഷ്യൻ്റെ കയ്യിലുള്ള ശസ്ത്രത്തേക്കാൾ സുരക്ഷിതമാണ്. സ്ത്രീകൾക്ക് ഒരു ആണിനെ മാനസികമായി കീഴ്പ്പെടുത്താൻ രണ്ട് കാര്യങ്ങൾ മതി. ഒന്ന്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. രണ്ട്, അനുയോജ്യമായ സമയങ്ങളിൽ കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീർ. പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകൾ ആയിത്തീരണം. നിങ്ങൾ ആരെയെങ്കിലും സംശയമില്ലാതെ വിശ്വസിക്കുമ്പോൾ രണ്ട് ഫലങ്ങളിൽ ഒന്ന് തീർച്ചയായും ലഭിക്കും. ഒന്നുകിൽ ജീവിതകാലത്തേക്ക് ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ജീവിതത്തിൽ അറിയാത്ത ഒരു പാഠം കൂടി. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്മാനം. സംതൃപ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിശ്വസ്തതയാണ് ഏറ്റവും നല്ല ബന്ധം. അസന്തുഷ്ടനായ ഒരു വ്യക്തി ഒരിക്കലും ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല. അവർ ഒന്നുകിൽ ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവിയിലോ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ലഭിച്ചതിനെ അമിതമായി വിലയിരുത്തരുത്. മറ്റുള്ളവരോട് അസൂയപ്പെടരുത്. മറ്റുള്ളവരോട് അസൂയപ്പെടുന്നവന് മനസ്സമാധാനം ലഭിക്കില്ല. നിഷ്കളങ്കരും സത്യസന്ധരും ആണ് സത്യങ്ങൾ നേരിട്ട് തുറന്നു പറയുന്നത്. പക്ഷേ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെ ഉള്ളവർ ശത്രുക്കളാണ്. രാത്രിയിൽ ഒരു കള്ളനെപ്പോലെ മരണം നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അവന് മോഷ്ടിക്കാൻ ഒന്നും അവശേഷിക്കാത്ത വിധം പൂർണ്ണമായും ജീവിതം നയിക്കുക. മനസ്സിലാക്കുക എന്നതാണ് സർവ്വപ്രധാനം. ഏതൊരു വിഡ്ഢിയും അത് തിരിച്ചറിയേണ്ടതുണ്ട്. സുഹൃത്തുക്കൾ അങ്ങനാ. ചിലപ്പോൾ തമ്മിലടിക്കും, ചിലപ്പോൾ സ്നേഹിക്കും. എന്തായാലും സന്തോഷമായാലും ബുദ്ധിമുട്ടായാലും അവരുണ്ടാകും. പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിനാൽ വിഷമിക്കുകയല്ല, സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. പരമമായ സമ്പത്ത് വിജ്ഞാനമാണ്. രണ്ടാമത്തേത് കുട്ടികളാണ്. ഏറ്റവും താഴ്ന്ന സമ്പത്ത് ഭൗതിക സമ്പത്താണ്. നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട. അവരെ വിട്ടേക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ രണ്ടടി പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്ന് കൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത്. പ്രതീക്ഷകളാണ് മനുഷ്യനെ നിലനിർത്തുന്നതെങ്കിലും വിശ്വാസമാണ് അത് നേടിത്തരുന്നത്. നിശബ്ദതയേക്കാൾ മനോഹരമായ കാര്യമാണ് നിങ്ങൾ പറയാൻ പോകുന്നതെങ്കിൽ മാത്രം വായ തുറക്കുക.
നുണ പറയുന്ന ശീലമുള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും കഠിനമായ ശിക്ഷ എന്നത് അയാളെ ആരും വിശ്വസിക്കില്ല എന്നുള്ളതല്ല, മറിച്ച് അയാൾക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ദൂരം ഒരു ബന്ധവും നശിപ്പിക്കുന്നില്ല. കാലം ഒരു ബന്ധവും ഉണ്ടാക്കുന്നുമില്ല. വികാരങ്ങൾ ഹൃദയത്തിൽ നിന്നുള്ളതാണെങ്കിൽ ബന്ധങ്ങൾ എപ്പോഴും വജ്രം പോലെ തിളങ്ങും. പ്രതിഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. വിജയം ഉറപ്പായും നമ്മെ തേടിയെത്തും. നമ്മൾക്ക് തെറ്റുകൾ പറ്റുകയും അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ എങ്ങനെ അത് തിരുത്താം എന്ന സുപ്രധാന ഘടകം നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്നു. അറിയാൻ ശ്രമിക്കാത്തത് മോശമാണ്. എന്നാൽ അറിയാൻ ആഗ്രഹിക്കാത്തതാണ് കുറേക്കൂടി മോശമായ കാര്യം. സ്വപ്നങ്ങൾ പലപ്പോഴും ഒരാശ്വാസമാണ്. ജീവിതത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ. എല്ലാവരുടെയും ഉള്ളിൽ നന്മയും തിന്മയും ഉണ്ട്. നമ്മൾ അതിൽ എന്തിനെ വളർത്തുന്നുവോ അത് വളർന്നു വരും. മുന്തിരികൾ ഞെക്കിപ്പിഴിയാതെ വൈൻ ഉണ്ടാക്കാൻ സാധ്യമല്ല. പൂക്കളെ ഞെരുക്കാതെ പെർഫ്യൂം ഉണ്ടാക്കാൻ സാധ്യമല്ല. ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെടാതിരിക്കുക. കാരണം അത് നിങ്ങളിലെ ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരും. വിശദീകരണങ്ങൾ നൽകാൻ അധികം ശ്രമിക്കാതിരിക്കുന്നതാണ് ചില സമയത്ത് നല്ലത്. കാരണം ചില ആളുകൾ അവർക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. വിജയിച്ച വ്യക്തിയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ശക്തിയുടെ അഭാവമല്ല, അറിവിൻ്റെ അഭാവമല്ല, മറിച്ച് ഇച്ഛാശക്തിയുടെ അഭാവമാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന ശ്രദ്ധ കുറച്ചെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു നോക്കൂ. നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ജീവിതം നിങ്ങൾക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകിയേക്കാം, എന്നാൽ നിങ്ങളുടെ മാനസികാവസ്ഥ ഫലം നിർണ്ണയിക്കുന്നു. വിശദീകരണങ്ങൾ പറയാനും അത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും നിങ്ങളുടെ സമയം പാഴാക്കരുത്. കാരണം ആളുകൾ കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ അവർ ചെവി കൊടുക്കൂ. ജീവിതത്തിൽ ഒരു കോണിൽ ചിലരുണ്ടെങ്കിൽ മറുവശത്ത് നിന്നെ ചേർത്ത് നിർത്താനും തീർച്ചയായും ചിലർ ഉണ്ടാകും. സ്വപ്നങ്ങളിൽ ജീവിക്കുകയല്ല വേണ്ടത്, സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ് വേണ്ടത്. തങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ശ്രദ്ധിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നു. നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാത്തവർക്കുള്ള ഏറ്റവും നല്ല ഉത്തരം നിശബ്ദതയാണ്. ഓരോ ഹൃദയത്തിനും വേദനകൾ ഉണ്ട്. അത് പ്രകടിപ്പിക്കുന്ന രീതികൾ മാത്രം വ്യത്യസ്തമാണ്. മനസ്സൊന്ന് കലങ്ങുമ്പോൾ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് സാരമില്ലെന്ന് പറയുന്ന കൂട്ടുകാരോളം വരില്ല പൊയ്മുഖമുള്ള പല സ്നേഹങ്ങളും. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. രണ്ട്, നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ചു മാത്രം ഇരിക്കുന്നു. മറ്റുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന ശ്രദ്ധ കുറച്ചെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു നോക്കൂ. നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയോട് മാന്യമായി നിങ്ങൾ സഹകരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നല്ല പക്വത വന്നിരിക്കുന്നു എന്നാണ്. ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുവോ അത്രത്തോളം ആത്മസംതൃപ്തി അത് നേടിയെടുക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഒരു നല്ല സുഹൃത്ത് നിങ്ങൾ വീണു പോകുമ്പോൾ നിങ്ങളെ താങ്ങി നിർത്തും. എന്നാൽ നിങ്ങളുടെ ഉറ്റ സുഹൃത്ത് ആദ്യം അത് കണ്ട് പൊട്ടിച്ചിരിക്കുകയും പിന്നീട് നിങ്ങളെ താങ്ങിയെടുത്ത് മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചവനാണെന്നും അവരെക്കാൾ കൂടുതൽ അർഹനാണെന്നും വിശ്വസിക്കുന്നത് നിങ്ങളെ വലിയ നിരാശയിലേക്ക് നയിക്കും. ഒരു സ്ത്രീയും പുരുഷനും വെറും സുഹൃത്തുക്കൾ ആയിരിക്കാം. എന്നാൽ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊന്നിൽ അവർ പരസ്പരം പ്രണയിച്ചു പോകും. ഒരുപക്ഷെ താൽക്കാലികമായി, ചിലപ്പോൾ തെറ്റായ സമയത്ത്, ഒരുപക്ഷെ വളരെ വൈകിയായിരിക്കാം, അല്ലെങ്കിൽ എന്നേക്കുമായി. നിങ്ങൾ മറ്റൊരാളുടെ പ്രേരണയാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. നഖങ്ങൾ നീളത്തിൽ വളരുമ്പോൾ നമ്മൾ നഖമാണ് വെട്ടുന്നത്, വിരലുകൾ അല്ല. അതുപോലെ തെറ്റിദ്ധാരണ വളരുമ്പോൾ നിങ്ങളുടെ ഈഗോ ഉപേക്ഷിക്കുക. ബന്ധങ്ങൾ അല്ല ഉപേക്ഷിക്കേണ്ടത്,
പഠനങ്ങൾ പറയുന്നത് വേഗത്തിൽ നടക്കുന്ന ആളുകൾ പൊതുവെ അവരുടെ കാര്യങ്ങളിൽ വളരെ തീവ്രതയുള്ളവരും അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും എളുപ്പത്തിൽ അസന്തുഷ്ടരാകുന്നവരും ആയിരിക്കും. സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനും കഴിയും. വെറും സ്വപ്നങ്ങൾ കാണാൻ മാത്രം ഉള്ളതാകരുത് നമ്മുടെ ജീവിതം. സ്വപ്നം കാണുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാനുള്ളതാണ്. ചില സമയങ്ങളിൽ നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ സുഹൃത്തുക്കളാകും. എന്നാൽ മറ്റ് ചില സമയങ്ങളിൽ ഓർമ്മകൾ ശത്രുക്കളാകും. ജയിക്കുന്നവർ തോൽവിയെ ഭയപ്പെടുന്നില്ല. എന്നാൽ പരാജിതർ പരാജയം അനിവാര്യമാണെന്ന കാര്യം മറന്നു പോകുന്നു. നിങ്ങൾ തോൽവിയിൽ നിന്നും ഒളിച്ചോടാൻ തീരുമാനിച്ചാൽ വിജയം നിങ്ങളിൽ നിന്നും അകന്നു പോകും. ജീവിതം എന്നത് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത ഒരു ചൂതാട്ടമാണ്. ജീവിതത്തിലെയോ ലോകത്തിലെയോ ഒന്നും തന്നെ ശാശ്വതമല്ല. നിങ്ങൾക്ക് നാളെ എന്ത് സംഭവിക്കും എന്ന് പോലും ഊഹിക്കാൻ കഴിയില്ല.